നമസ്കാരം, ഞാൻ പാർവതി. മലയാള വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിന്റെ ആസ്വാദനവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മീര മാഡത്തിനെ നേരിൽ കാണാനും അവരുമായിട്ട് സംവദിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. സ്വന്തം സ്വപ്നങ്ങളും ധൈര്യവും കൊണ്ട് ലോകമറിയുന്നവളായി മാറിയ ചേതന ഗൃത മല്ലിക് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ആരാച്ചാരുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ കഥ നീങ്ങുന്നത്. അതുകൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വാർത്ത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് അവരുടെ TV ഷോസിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയ വാർത്തയെ പൊലിപ്പിച്ച് വലിയ വാർത്തയാക്കി മാറ്റുന്നു. ഇപ്പൊ ഇതാ വർത്തമാന കാലത്ത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എഴുത്തുകാരി ഈ നോവലിലും എഴുതി ചേർത്തിട്ടുള്ളത്. ചേതന ഗൃത മല്ലിക്കിന്റെ അച്ഛനാണ് ഫോണിയ ഗൃത മല്ലിക്. അവരുടെ കുടുംബം ആരാച്ചാർ കുടുംബമാണ്. പിന്നെ അവരുടെ അമ്മ, പിന്നെ അച്ഛന്റെ അമ്മയായിട്ടുള്ള ഥാക്കുമ, അച്ഛന്റെ അനിയൻ കാക്കുവിന്റെ ഭാര്യ കാക്കിമ, അവരുടെ രണ്ടുപേരുടെയും മക്കൾ ചെമ്പ, രാരി, ചേതനയുടെ സഹോദരങ്ങളായ രാമുദ, നിഹാരിക. ഇവരൊക്കെയാണ് ചേതനയുടെ കുടുംബക്കാർ. ചേതനയ്ക്ക് 22 വയസ്സ്. +2 കഴിഞ്ഞു. പിന്നീട് പഠിക്കാനൊന്നും പോയില്ല. ഈ ഒരു കഥ ആരാച്ചാരുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും ഈ കഥയിൽ കുറെ വർണ്ണനകളുണ്ട്. അതുകൂടാതെ ഇടുങ്ങിയ വഴികളിലൂടെയാണ് എഴുത്തുകാരി ഓരോ സംഭവത്തിലേക്കും കടക്കുന്നത്. രാമുദ കിടപ്പിലാണ്, നിഹാരിക ഇന്നില്ല. അതിന്റെ കാര്യമൊക്കെ ഞാൻ വഴിയെ പറയാം. ഈ ഒരു നോവലിന് ചരിത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, മാധ്യമ മേഖലകളുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകൾ നിറഞ്ഞതാണ് ഈ ഒരു നോവൽ. അതുകൊണ്ട് തന്നെ വായനക്കാർക്ക് ഈ ഒരു ആരാച്ചാർ എന്ന നോവലിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അതുകൊണ്ടാവാം. നമുക്ക് വായനക്കാരെ മടുപ്പിക്കാതെ ആരാച്ചാരുടെ കഥ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമാണ്. യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി തള്ളി എന്ന വരികളിലൂടെയാണ് ഈ ഒരു നോവൽ അല്ലെങ്കിൽ ഈ ഒരു കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും തീർച്ചയായില്ല. ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ അവളുടെ അച്ഛനായ ഫോണിയ ഗൃത മല്ലിക് 491 പേരെ തൂക്കിലേറ്റിയിട്ടുണ്ട്. അവളുടെ അച്ഛന്റെ പിതാമഹന്മാരായിട്ടുള്ള രാധാമൺ, കലാപിതാമഹൻ, ഇവരൊക്കെ 1001 പേരെയാണ് തൂക്കിലേറ്റിയത്. ഒരു ദിവസം 50 പേരെയൊക്കെ തൂക്കിലേറ്റുമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ വധശിക്ഷയുടെ പ്രസക്തി കുറഞ്ഞു വന്നു. അതെന്തുകൊണ്ടാണ്? ഒരു വശം ചിന്തിച്ചു നോക്കിയാല് പണ്ടുകാലത്ത് തൂക്കിലേറ്റിയിരുന്നവർ തന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവർ, തന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നവർ, ഇവരെയൊക്കെയാണ് തൂക്കിലേറ്റത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്? അതെന്തായാലും നിരോധിക്കണം. പക്ഷെ മറുവശം ചിന്തിച്ചു നോക്കിയാല് ഈ ഒരു കാലഘട്ടത്തിലെ അധികൃതർ പറയുന്നത് വധശിക്ഷ നിരോധിക്കണം എന്നാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ തൂക്കിലേറ്റുന്നത് കൊലപാതകിയെ, ബലാത്സംഗം ചെയ്തയാൾ, ഇവരൊക്കെയാണ്. ഇവരൊക്കെ വധശിക്ഷ അർഹിക്കുന്നവർ തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ ഓരോ പിതാമഹന്മാരുടെയും ജീവിതം, അവരെങ്ങനെയാണ് ജീവിച്ചു വന്നത്, അവരുടെ ജീവിതാനുഭവം വരെ ഇതിൻ്റെ അകത്ത് പങ്കുവെക്കുന്നുണ്ട് എഴുത്തുകാരി. ഫോണിയ ഗൃത മല്ലിക്കിന് കുറെ ഇന്റർവ്യൂസ് ഒക്കെ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പയ്യനെ ഗൃത മല്ലിക് തൂക്കിലേറ്റി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ പയ്യന്റെ അച്ഛൻ രാമുദായുടെ കൈയും കാലും വെട്ടി. എങ്ങനെയാണ് രാമുദായെ ആ അച്ഛൻ തിരിച്ചറിഞ്ഞത്? ഫോണിയ ഗൃത മല്ലിക്കിന്റെ ഇന്റർവ്യൂസ് ഒക്കെ അവർ കാണുമായിരുന്നു. അപ്പോ അവരുടെ രാമുദായെയും അവർ കണ്ടിരുന്നു. അന്നു മുതൽ ഫോണിയ ഗൃത മല്ലിക് അവരുടെ മക്കളെ ആരെയും
മാധ്യമങ്ങളിൽ കൊണ്ടുവന്നില്ല. അതായിരുന്നു അതിന്റെ പ്രത്യേക കാരണം. നിഹാരികയുടെ കാര്യം എന്ന് വെച്ചാൽ അവൾ പ്രണയത്തിലായിരുന്നു. ആ പ്രണയം അച്ഛൻ തിരിച്ചറിയുകയും അവളെ വേറെ കല്യാണത്തിന് അയക്കുകയും ചെയ്തു. ഒടുക്കം അവൾ തൂങ്ങി മരിച്ചു. അതാണ് നിഹാരികയുടെ കാര്യം എന്ന്. പിന്നീട് ഒരു വേളയിൽ മാധ്യമപ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്രയെ കണ്ടുമുട്ടി. പരിചയക്കാരായി ചേതനയും ചേതനയുടെ കുടുംബക്കാരും പിന്നെ സഞ്ജീവ് കുമാർ മിത്രയും. സഞ്ജീവ് കുമാർ മിത്ര ചേതനയെ വിവാഹം കഴിക്കാൻ ഏറ്റു. ചേതന ആരാച്ചാരാകാനും തീരുമാനിച്ചു. ചേതന വധിക്കേണ്ട ആള് യതീന്ദ്രനാഥ് ബാനർജിയാണ്. പക്ഷെങ്കിൽ അവരുടെ കുടുംബക്കാര് രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്തു. ഒരു മാസം ഇടവേള. അപ്പോ ചേതന മഗോദയുടെ സ്ഥലത്ത് പണിക്കൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. സഞ്ജീവ് കുമാർ മിത്ര ഒരു ചെറിയൊരു കള്ളന് കൂടിയായിരുന്നു. അപ്പോ ആ ചേതനയുടെ കുടുംബത്തിന്റെ ചരിത്ര മുദ്രയായ സ്വർണ പതക്ക അദ്ദേഹം മോഷ്ടിച്ചു. അത് ഡാക്കുമായുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അത് കൊടുക്കുകയും ചെയ്തു ചേതനയുടെ കയ്യില്. ചേതന അത് കിടക്കയിൽ വെച്ചു. അത് കാക്കു എടുത്ത് വിറ്റു. പിന്നെ അടിയായി. ആ ബഹളത്തിനിടയിൽ രാമുദ കട്ടിലിൽ നിന്ന് വീണ് മരിച്ചു. എന്തു പറയാൻ, കഷ്ടം തന്നെ. പക്ഷേ ഫോണിയ ഗൃദ്ദ മല്ലിക് തന്റെ സ്വന്തം മകനാണ് മരിച്ചു കിടക്കുന്നത്. എന്നിട്ടും ആ മരിച്ച വാർത്ത മാധ്യമങ്ങളിലേക്ക് എത്തിക്കാനും അവരുടെ അടുത്തുനിന്ന് പണം വാങ്ങാനുമാണ് ഫോണിയ ഗൃദ്ദ മല്ലിക്കിന് ധൃതി. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഏത് വായനക്കാരായാലും വെറുത്തു പോകും. അങ്ങനെ വെറുക്കാൻ കാരണം എഴുത്തുകാരി തന്നെയാണ്. ഇങ്ങനെയുള്ള വായനക്കാരുടെ വികാരങ്ങളാണ് ഈ നോവലിലെ ഏറ്റവും വലിയ വിജയം. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഒരു വായനക്കാരെല്ലാം കരച്ചിലിന്റെ വക്കിലെത്തിക്കുന്ന ഒരു സംഭവം. ഫോണിയ തന്റെ അന്യനായ കാക്കുവിനെയും കാക്കിമായെയും കൊന്നു. ഒരു കൊലപാതകയായി മാറി. 14 ദിവസമൊക്കെ ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു. അപ്പോഴാണ് ആ വാർത്ത കേൾക്കുന്നത്. യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി ഗവർണർ തള്ളി. അപ്പൊ എന്തായാലും നമ്മുടെ ചേതനയായിരിക്കും അദ്ദേഹത്തെ വധിക്കുന്നുണ്ടാവുക. അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അച്ഛനൊരു കൊലപാതകയായി മാറി. അധികൃതർ അച്ഛനെ കൂട്ടാക്കിയില്ല. ചേതന ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഒരാളെ വധിക്കാൻ പോവുകയാണ്. കയറിട്ട് കുടുക്കാൻ പോവുകയാണ് ചേതന ഗൃദ്ദ മല്ലിക്. ഒരു ദിവസം പോലീസുകാരെല്ലാം ചേതനയെ ജയിലിലേക്ക് വിളിച്ചു. വധശിക്ഷയുടെ ദിവസം അവൾ നേരത്തെ ജയിലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 4:30-ക്കാണ് വധശിക്ഷ ഉറപ്പാക്കിയത്. അങ്ങനെ യതീന്ദ്രനാഥ് ബാനർജിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ചേതന അവിടെ പോയി. ആദ്യമായി ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ചേതന ആ കർത്തവ്യം നിർവഹിച്ചു. ആ കൊലപാതകി ഒന്ന് വേദനിപ്പിക്ക പോലും ചെയ്തില്ല. അത്രയ്ക്കും ലളിതമായ രീതിയിലാണ് അവൾ അത് ചെയ്തത്. അങ്ങനെ ആ ഒരു കർത്തവ്യം തീർന്നു. പിന്നെ അവളെ എതിരേറ്റത് രാഷ്ട്രപതിയും മുഖ്യമന്ത്രിയുമാണ്. അവരുടെ എല്ലാം അഭിനന്ദനങ്ങൾ. അവർക്ക് കുറെ ഇന്റർവ്യൂസും ഒക്കെ കിട്ടി. അവളൊരു രണ്ടാമത്തെ സ്ത്രീ വനിതയായി. അതായത് ഒന്നാമത്തെ സ്ത്രീ വനിത അവരുടെ പൂർവികയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്ത്രീ ശക്തിയായിട്ട് ചേതന ഗൃദ്ദ മല്ലിക് മാറി. എല്ലാവർക്കും സന്തോഷിക്കാം. ഈ ഒരു നോവല് എല്ലാ മേഖലകളിലും നമ്മെ എത്തിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു നോവലിന്റെ ഒരു അധ്യായത്തിന്റെ ബാക്കി ഭാഗം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഭൂമിയിൽ മരണത്തെക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിനു മാത്രമേ ഉള്ളൂ. ഈ ഒരു വാക്ക് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു നോവലാണ് ഈ ആരാച്ചാർ. നന്ദി.